ഹെന്ന ജേണിയിൽ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു വർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇന്നത്തെ എന്റെ ബ്രൈഡ് വരുന്നത് ഹിസാനയാണ്. ആൾ എൻ്റെ കൂടെ +2 പഠിച്ചതാണ്. ലൊക്കേഷൻ കിളിമാനൂരാണ്. രാവിലെ ഒരു 10-10:30 ആവുന്ന സമയത്തായിരുന്നു ബ്രൈഡിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആളുടെ കണ്ണ് തന്നെയാണ്. പൂച്ചക്കണ്ണാണ് കേട്ടോ ആൾക്കുള്ളത്. അപ്പോൾ നമ്മൾ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തൊരു പകുതി ആവുന്ന സമയത്താണ് കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് അവൾക്കിന്ന് സർപ്രൈസ് ആയിട്ട് 2 മണിക്ക് ഗ്രൂം ടു ബിക്ക് പോകണമെന്നുള്ള കാര്യം. ഇത് കേട്ടപ്പോൾ ഞാൻ ഒന്ന് നല്ലോണം ഷോക്കായി. മാത്രമല്ല അവളും ടെൻസ്ഡ് ആയിരുന്നു. ആ ടെൻഷൻ കണ്ടിട്ട് എനിക്കും ടെൻഷൻ കയറി. എന്തായാലും 2 മണിക്കുള്ളിൽ 4 സൈഡ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ അവളുടെ അടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നു. ഇത് കേട്ടപ്പോൾ അവൾക്ക് വീണ്ടും ടെൻഷനായി. അവസാനം ആ ടെൻഷൻ ഒന്ന് അടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ടെൻഷൻ മാറാനായിട്ട് ഞാൻ അവളുടെ മാക്സിമം സ്പീഡ് എടുത്തിട്ട് ആളോട് 2 കൈയുടെ ഫ്രണ്ട് പോർഷനും എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കി തരാനുള്ള വാക്ക് കൊടുത്തു. ഒരു 1.5 ആയപ്പോൾ തന്നെ 2 കൈയുടെ ഫ്രണ്ട് പോർഷനും കംപ്ലീറ്റ് ആക്കിയിട്ട് അവൾ ഗ്രൂം ടു ബിക്ക് പോയിട്ടുണ്ടായിരുന്നേ. 1/2 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോയ ആളാണ് കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. ഈ ചിരി കണ്ടാൽ എനിക്കൊന്നും പറയാൻ തോന്നില്ല. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് അടുത്ത ഫംഗ്ഷൻ കിടക്കുന്നത്, ഹൽദി. അങ്ങനെ അതിന്റെ ഡ്രസ്സ് ഇട്ടാണ് നമ്മൾ ബാക്ക് ഹാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ അതിന് ഡ്രസ്സ് മാറ്റാൻ പറ്റത്തില്ല. വന്നപ്പോൾ എന്റെ കൊച്ചിന്റെ കൈയുടെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. ഫ്രണ്ട് പോർഷനിലെ എല്ലാ പേസ്റ്റോളുകളൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റെയിനിലൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ. സ്റ്റെയിന്റെ പിക്ക് ഞാൻ അവസാനം ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പാർട്ടി ഹെന്ന. ഇതായിരുന്നു എന്റെ ടെൻഷൻ അടുപ്പിച്ചിട്ടുള്ള വർക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും കമന്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.